ഹലോ ഫ്രണ്ട്സ്, ഇതിലേക്ക് നല്ല ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾക്ക് എങ്ങനെ വാട്സപ്പ് ഫേക്ക് നമ്പർ എങ്ങനെ എടുക്കാൻ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ ഫ്രണ്ട്സ്, ആരും വീഡിയോ ലൈക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരന്മാർക്കൊക്കെ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, പുതിയതായിട്ടായിരിക്കും വീഡിയോ കാണാൻ വേണ്ടി ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ വരും. ബെൽ ബട്ടൺ എനേബിൾ ആക്കിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോയ്ക്ക് വാച്ച് ഹവറേ കിട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും വാച്ചിങ് ചെയ്യുക. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ നമ്മൾക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. ഇപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഫസ്റ്റ് ഫ്ലൈറ്റ് മോഡ് ഒന്ന് ഓണാക്കിയിടുക. ഓണാക്കിയിട്ട ശേഷം ഒന്ന് നിങ്ങൾ വൈഫൈ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ഒന്ന് വെയിറ്റ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഈ രണ്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഈ VPN ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഫ്രണ്ട്സ്, ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് നിങ്ങളെത്തും. ഫ്രണ്ട്സ്, ഒന്ന് വെയിറ്റ് ചെയ്യുക. ഫോൺ ചെറിയൊരു ലാഗ് ഉണ്ട്. ഫ്രണ്ട്സ്, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഈ സെർവറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അവിടെ വെറുതെ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി. ഫ്രണ്ട്സ്, അതിന് ശേഷം നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് VPN കണക്ട് ആകുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ആഡൊക്കെ വരും. ചിലപ്പോൾ നിങ്ങൾ ആഡൊക്കെ കണ്ടു വരും. അപ്പോൾ ഫ്രണ്ട്സ്, VPN കണക്ട് ചെയ്തിട്ട് ഒന്ന് ബാക്ക് അടിക്കുക. ഫ്രണ്ട്സ്, ബാക്ക് അടിച്ച ശേഷം ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് നിങ്ങൾക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ കാട്ടുന്നത് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ബാക്ക് അടിക്കുക. ഫ്രണ്ട്സ്, എന്നിട്ട് VPN ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് VPN ഒന്ന് ഡിസ്കണക്ട് ചെയ്യുക. ഫ്രണ്ട്സ്, VPN ഡിസ്കണക്ട് ചെയ്ത ശേഷം വീണ്ടും ഒന്നും കൂടി കണക്ട് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ വീണ്ടും കണക്ട് ചെയ്ത ശേഷം വീണ്ടും ഒന്ന് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചിട്ട് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ക്ലിയർ ഡേറ്റ് ചെയ്ത് കളയുക. ഫ്രണ്ട്സ്, ക്ലിയർ ഡേറ്റ് ചെയ്ത ശേഷം ഒന്നുകൂടി ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഫോൺ ചെറിയൊരു ലാഗ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇതെങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടണം. എന്നാൽ മാത്രം നിങ്ങൾക്ക് നമ്പർ കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഇൻ്റർഫേസ് ആയിട്ട് കിട്ടണം. അപ്പോൾ അതിനുള്ളതാണ് ഞാൻ ടിപ്സ് ആൻഡ് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ VPN ഒന്ന് ഡിസ്കണക്ട് ചെയ്യുക. വീണ്ടും ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ക്ലിയർ ഡേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എന്നിട്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നമ്പർ വരുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ നമ്പർ എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് 6 നമ്പർ കിട്ടി. 6 നമ്പറും എനിക്ക് ബാൻ ആയിരുന്നു. അപ്പോൾ എന്താണ്, നിങ്ങൾ എൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡബിൾ സ്ക്രീൻ ആക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ഡബിൾ സ്ക്രീൻ ആക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ വാട്സപ്പും ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ ഡബിൾ സ്ക്രീൻ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ 1 കൊടുക്കുക. 1 കൊടുത്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് നമ്പർ അത് നിങ്ങൾ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ അവസാനം ഞാൻ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. നമ്മൾക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾക്ക് നമ്പർ ഉണ്ടോ നോക്കാം. കണ്ടോ ഫ്രണ്ട്സ്, നമ്മൾക്ക് നമ്പർ ബാൻ ആണ്. അപ്പോൾ നമ്മൾക്ക് വീണ്ടും വേറെ നമ്മൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് ഡബിൾ സ്ക്രീൻ ആക്കിയതിന് ഇതാണ് പ്രശ്നം. എനിക്ക് നമ്പർ എനിക്ക് അടിക്കാൻ പറ്റുന്നില്ല. അതാണ് സീന്. ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ബാക്ക് അടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ നമ്പർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ അവസാനത്തിന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ നമ്പറും ബാൻ തന്നെയാണ്. അപ്പം നിങ്ങളിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്നാൽ മാത്രം നിങ്ങൾക്ക് നമ്പർ കിട്ടുമല്ലോ. അപ്പോൾ ഏതെങ്കിലും വർക്കിംഗ് നമ്പർ ഉണ്ടാവും. ഫ്രണ്ട്സ്, കണ്ടോ, അപ്പോൾ എല്ലാ നമ്പറും നമ്മൾക്ക് ബാൻ ആണ് കേട്ടോ. അപ്പോൾ അതവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കൺട്രി കോഡ് ഒന്ന് മാറ്റി കൊടുക്കുക.
അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നമ്പർ കിട്ടുള്ളൂ. കണ്ടോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾക്ക് എല്ലാ നമ്പറും ബാനാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടി ഓപ്പൺ ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഒന്നും കൂടി ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ കണ്ടോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീണ്ടും ബാക്ക് അടിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഫ്രണ്ട്സ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലവർക്ക് ഈ ഓപ്ഷൻ കാണുന്നതായിരിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന പോലെ നിങ്ങൾ ചെയ്യുക, ചിലവർക്ക് കാണുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോഴേ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഈ ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഈ നമ്പർ ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഡബിൾ സ്ക്രീൻ ആക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് എനിക്ക് ഡബിൾ സ്ക്രീൻ ആക്കാണ്ട് ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഈ നമ്പർ ഉണ്ട് പറഞ്ഞാൽ അത് മിസ്സായി പോവുകയാണ്, എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ ഡബിൾ സ്ക്രീൻ ആക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ട്സ് ഈ നമ്പർ ഉണ്ട്, അപ്പോൾ ഞാൻ ഇത് എടുക്കുകയാണ്. ഇപ്പോൾ ഈ അവസാന നമ്പർ എടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഈ ടൈം കഴിയുമ്പോഴേക്കും നമ്മളിവിടെ ഒരു ഫേക്ക് ജിമെയിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ പാസ്വേഡ് എന്തെങ്കിലും കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ഓർമ്മയുള്ള ജിമെയിലും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒപ്പമാണെങ്കിൽ ഈ നമ്പർ എടുക്കാൻ പറ്റും ലോഗിൻ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ ഓർമ്മയുള്ള പാസ്വേഡും ജിമെയിൽ ഓർമ്മയുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒപ്പമാണെങ്കിൽ നമ്പർ എടുക്കുക, ലോഗിൻ ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇവിടുന്ന് ഡബിൾ സ്ക്രീൻ ഒഴിവാക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കത് എങ്ങനത്തെ ഒരു ഓപ്ഷൻ വരും, അയ്യമ്മ റോബോട്ട് വേണ്ട, ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇങ്ങനത്തെ ഒരു സംഭവം തരും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ടിക്ക് ചെയ്ത് ഫ്രണ്ട്സ് അതിന് ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഒന്ന് ഇങ്ങനെ അണിപ്പിടിക്കുക. അണിപ്പിടിച്ച ശേഷം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇത് എങ്ങനത്തെ ഒരു ഓപ്ഷൻ കാണും, ആ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടുത്തെ എല്ലാം ഒന്ന് ഓണാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് ബാക്ക് അടിക്കുക. ഫ്രണ്ട്സ് ഓണാക്കി കൊടുത്ത ശേഷം വാട്സ്ആപ്പിൽ ഒന്ന് പോവുക. വാട്സ്ആപ്പിൽ പോവുക. ഫ്രണ്ട്സ് അതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾക്ക് ഈ ടൈം കഴിയേണ്ടി വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് കോൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾക്ക് ഒന്നില്ലെങ്കിൽ വോയിസ് വരുന്നതായിരിക്കും, ഒന്നില്ലെങ്കിൽ കോൾ വരുന്നതായിരിക്കും. അപ്പോൾ വെയിറ്റ് ചെയ്യുക, ഈ ടൈം കഴിയേണ്ടി വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തിരുത്താൻ നോക്കുക. അപ്പോൾ ഫോൺ ചെറിയൊരു ലാഗ് വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾക്ക് അവിടെ ടൈമിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾക്ക് ഇവിടെ കോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് അറ്റൻഡ് ചെയ്യുകയാണ്. ചെണ്ടമേളം തപ്പുകുഴൽ വിളിനാദം തക 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 തരികിട മേളം തയിൽ നാദസ്വരം പുലികളിയാട്ടം ഇതിന്റെ നാദം OTP അടിച്ചിട്ടുണ്ട്. അപ്പോൾ റിയലി വിത്ത് ട്രൂ ഫൈനാണ് കാണിച്ചത്. ഫോൺ ചെറിയൊരു ലാഗ് വന്നിട്ടുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ് OTP അടിച്ച് തെറ്റിപ്പോയി, ഫോൺ ചെറിയൊരു ലാഗ് വന്നിട്ടുണ്ടായിരുന്നു, ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒന്നും കൂടി നമുക്ക് OTP കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഒന്നും കൂടി നമ്പർ എടുക്കുകയാണ്. അപ്പോൾ അത് 56 ഹവർ അങ്ങനെ OTPൻ്റെ സംഭവം സീന് വന്നു. അപ്പോൾ ഫ്രണ്ട്സ് എന്താണ് കീപാഡ് നല്ല ലാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് 75 എന്നാണ് തോന്നുന്നു, ഞാൻ അവിടെ 0 അടിച്ചു. അപ്പോൾ കീപാഡ് നല്ല ലാഗ് ഉണ്ടായിരുന്നു, അപ്പോൾ സീനാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഒന്നും കൂടി നമ്പർ എടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അത് ബാനല്ല. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ എല്ലാ നമ്പറും ചെക്ക് ചെയ്ത് നോക്കി, അപ്പോൾ എല്ലാം ബാനാണ്. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് നമ്പർ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇതെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. OTP എല്ലാം വരുന്നത് റിയലി വിത്ത് ഡ്രസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം.
മലയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ റിയലി വിത്ത് പ്രൂഫ് ഞാൻ നിങ്ങളെ കാണിച്ചു. അവർക്കേറെയുണ്ട് കഥന കഥകൾ, സദാചാരം നോക്കും വിരണ്ട നരകൾ, പകൽ മാന്യന്മാർ പരമദ്രോഹികൾ, ചങ്കുറപ്പന്റെ കൂടെ പിറക്ക് വരും അംഗത്തിനായൊത്ത് കശമുറുക്ക്, തല കുമ്പിട്ടു നിൽക്കാതെ നെഞ്ചുവിരിക്ക്, അങ്ങ് കൊമ്പത്തയമാനും മുട്ടുമടക്കും. ഇനി എന്തിനു കപട സദാചാരം, കൊലപാതകമല്ലൊരു പരിഹാരം, പറയാനിറയുണ്ടെന്നിരുന്നാലും മലയാളികൾക്ക് ഫ്രണ്ട്സ് ഞാൻ റിയലി വിത്ത് പ്രൂഫ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് 2 നമ്പർ എടുക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഫ്രണ്ട്സ് നമ്പർ കിട്ടിയ ഉടനെ നിങ്ങളിവിടെ വേരിഫിക്കേഷൻ ചെയ്തിടുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നമ്പർ പൊട്ടാണ്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും വേരിഫിക്കേഷൻ ചെയ്തിടുക. അപ്പോൾ വേരിഫിക്കേഷൻ ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ കാണുക, വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വേരിഫിക്കേഷൻ എങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളിവിടെ ഡേറ്റ് ഒക്കെ നോക്കിയോ, ഇന്നാണ് 23. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡേറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇവിടെ നെക്സ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇവിടെ നമ്പർ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ നമ്പർ ചേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സ് ഇതേപോലെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് നമ്പർ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൂട്ടുകാരുമാർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഒരു മാച്ച് കവറായി കിട്ടില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുമാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ചെണ്ടമേളം തപ്പുകുഴൽ വിളിനാദം, തക 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 തരികിട മേളം.